സകല വിശുദ്ധന്മാരും കൂടെ 1000 ആണ്ട് വാഴാനുള്ളത്. നിന്റെ രാജ്യം വരണമേ, കർത്താവിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും. നമ്മളെല്ലാം കർത്താവിൻ്റെ മണവാട്ടി കൂടെ ഉണ്ട്. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ച് നെയ്യും. ഏതെങ്കിലും അനുഭവമാണ്. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ച് നെയ്യും. കുരുക്കൻ്റെ പുറത്തൂടെ കോഴി സവാരി ചെയ്യും. പ്രശ്നമില്ല. ഏതേനീ അനുഭവത്തിലാണ് 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ സഭ അങ്ങ് എടുത്തുകൊള്ളപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഭൂമി അങ്ങ് നശിപ്പിക്കും. പിന്നെ കാണുന്നത് പുതുവാന ഭൂമി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയെ കണ്ടു. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. പിന്നെ സ്വർഗവും അങ്ങോട്ട് നിത്യകാല വാഴ്ച. പിന്നെ നിത്യകാലം 1000 ഒന്നുമല്ല, യുഗങ്ങൾ. അതിൻ്റെ കാലഘട്ടമില്ല. അപ്പോൾ ഇനി നടക്കാനുള്ളത് എന്തുവാണ്? കർത്താവിൻ്റെ മടങ്ങി വരവ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മെ ചേർത്തുകൊള്ളു. അതിന് മടങ്ങി വരും. അതിനെന്ത് ചെയ്യണം? പോകണമെങ്കിൽ ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർവീസിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ 7 സഭകളെക്കുറിച്ചുള്ളത്. അതിൽ ഓരോ സഭയെക്കുറിച്ച് പറയും. അവരുടെ നന്മ പറയും, അവരെ തെറ്റ് പറയും, യഥാസ്ഥാനപ്പെടാൻ പറയും. ഈ 3 ഘട്ടമാണ്. അപ്പോൾ അതിൽ സർദി സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത്, ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിലുണ്ട്. അപ്പോൾ സർദീസ് സഭയിൽ ഒത്തിരി അംഗങ്ങളുണ്ട്. ജീവിത വിശുദ്ധി പാലിച്ചിരിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. ഉടുപ്പ് മലിനമാക്കുന്നത് സഭ ഇന്ന് സഭാതലത്തിൽ കൂട്ടായ്മയ്ക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. ഉടുപ്പ് മലിനമാക്കാത്ത എത്ര പേരുണ്ട്? അതാ വിഷയം. കുടുംബമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത വസ്ത്രം. ഞാനൊരിക്കൽ ഒരു വീട് സന്ദർശിച്ചു. അവിടെ കുഷനിട്ട് ഒരു കസേരയുണ്ടായിരുന്നു. ഞാൻ അതേ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തണുപ്പ് തോന്നി. എനിക്ക് മുമ്പേ ഒരു കോഴി ഇരുന്നു, ഒരടക്കോഴി. അത് ചെയ്യാതെ മുഴുവൻ അവിടെ ചെയ്ത് വെച്ചാൽ പോയത്. ഈ കുഷനിട്ടത് കൊണ്ട് ഞാനത് അറിഞ്ഞില്ല. എൻ്റെ വെള്ള ശബ്ദമെല്ലാവരും ഉടനെ ഇനി 4 വീട്ടിൽ കയറിയിട്ടാട്ടൊന്നും കണ്ട് കഴുകാതെ ഞാൻ കൊണ്ടു നടന്നു. അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ആ സെക്കൻഡിൽ കഴുകി നീറ്റാക്കി ഫാൻ ഓൺ ചെയ്ത് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചാണ് അടുത്ത വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളറിയാത്ത ചില മലിനതകളൊക്കെ നമ്മുടെ ജീവിത വസ്ത്രത്തിൽ ഭവിച്ചെന്ന് പെട്ടെന്ന് കഴുകിക്കോണം. ഡിസംബർ 31 വെച്ചുകൊണ്ടിരിക്കരുത്. അതിനിടയ്ക്ക് കർത്താവ് വന്നാൽ ചെയ്യും. ഡിസംബർ 31 മുമ്പ് വന്നാൽ എന്ത് ചെയ്യും? ഇത് സാധാരണ നമ്മുടെ ചില വിശ്വാസികൾ എന്തെങ്കിലുമല്ല. ഡിസംബർ 31 വരുമ്പോൾ അവർ തെറ്റും പറ്റുമെല്ലാം പറയും. പിന്നെ ജനുവരി 1 മുതൽ തുടങ്ങുന്നത്. അങ്ങനെയല്ല. ഓരോ ദിവസവും ഇന്നാ വരുന്നെങ്കിൽ ഇന്ന് പോകണം. ഇവിടെ ഭയങ്കര സംഭവങ്ങളുണ്ടാകും. അതിനുദാഹരണം പറയാം. ജോണി ദൈവത്തെ സേവിച്ച് ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടത അനുഭവിച്ച ആരംഭം പോലെ. അപ്പോൾ കർത്താവ് വരുമ്പോൾ ജോണിയും പോയി, ഞങ്ങളും ഇവിടുന്ന് പോയി. പിന്നെ വീടിൻ്റെ ഉടമസ്ഥരാണ് അടുത്ത വീട്ടുകാർക്ക് രക്ഷിക്കപ്പെടാം.